ഉണ്ണിമോനും പീക്കുവാവയ്ക്കും ഒന്ന് കുഞ്ഞൊരു കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളും ആ കഥ കേൾക്കണം. ഇന്ന് കാലത്ത് ഞാൻ കഥ പറയുന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം അമ്മ എന്നെ ചെറുപ്പത്തിൽ എനിക്ക് പറഞ്ഞു തന്ന കഥ പഞ്ചതന്ത്രം കഥയിൽ തന്നെ ഉള്ളതാണ്. ആ കഥ അമ്മ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു. മോളെ, ആ കഥ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക്. ആ കഥ ഒരുപാട് ഗുണപാഠം ഉള്ള കഥയാണ് എന്ന് പറഞ്ഞു. ഞാനതൊക്കെ മറന്നുപോയായിരുന്നു. അന്നേരം അമ്മ വീണ്ടും അത് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ കുഞ്ഞു കഥ നിങ്ങൾക്ക് വേണ്ടി പറയാം. കുഞ്ഞിക്കിളിയും കുരങ്ങച്ചനും, അതാണ് കഥയുടെ പേര് കേട്ടോ. കുഞ്ഞിക്കിളിയും കുരങ്ങച്ചനും അവരൊരു വലിയ കാട്ടിൽ അവർ ഇങ്ങനെ താമസിക്കുന്നു. അങ്ങനെ ഇരിക്കെ വലിയൊരു മഴക്കാലം വന്നു. ആ മഴ ഭയങ്കര കോരിച്ചൊഴിയുന്ന മഴ. കുഞ്ഞിക്കുരുവി താനുണ്ടാക്കിയ ആ കൊച്ചുകൂട്ടിൽ കുഞ്ഞിക്കുരുവി കയറി ഇരുന്നു. കുരങ്ങച്ചൻ മഴ മുഴുവൻ നനഞ്ഞ മരക്കൊമ്പിൽ ഇങ്ങനെ വിറച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോഴേക്കും കുരുവി പറഞ്ഞു, എടാ മണ്ടച്ചാരെ, നല്ല വെയിലുള്ള സമയത്ത് നിനക്ക് ഞാൻ ഉണ്ടാക്കിയ പോലൊരു കുഞ്ഞുകൂട് ഉണ്ടാക്കിയായിരുന്നെങ്കിൽ നിനക്ക് തണുക്കാതിരിക്കാൻ മേലായിരുന്നോ? കുരങ്ങച്ചൻ പറഞ്ഞു, നീ മിണ്ടാതെ അവിടെ എങ്ങാനും ഇരുന്നോണം, എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുക. കുരുവി തൻ്റെ കുഞ്ഞുകൂട്ടിൽ വീണ്ടും ഒതുങ്ങിക്കൂടി ഇരുന്നിട്ട് തല പുറത്തേക്ക് ഇങ്ങനെ ഇട്ടുവച്ചിട്ട് വീണ്ടും പറഞ്ഞു, നിനക്ക് നാണമില്ലേ? നിനക്ക് കാലുണ്ട്, കൈയുണ്ട്, നിനക്ക് നല്ല ആരോഗ്യമുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചുണ്ട് വെച്ചാൽ ഞാൻ ഈ കൂടുണ്ടാക്കിയത്. നിനക്കും ഇതുപോലെ ഒരു കൂടുണ്ടാക്കാൻ പാടില്ലായിരുന്നോ? ഇതുപോലെ നനയണമായിരുന്നോടാ കുരങ്ങച്ചാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭയങ്കര ദേഷ്യം വന്നു കുരങ്ങനെ. നിന്നോടാ ഞാൻ പറഞ്ഞത്, മിണ്ടാതെ അവിടെ ഇരുന്നോണം. ആ, കുരങ്ങച്ചൻ പറഞ്ഞു. കുരുവിപ്പെണ്ണ് കേട്ടില്ല. കുരുവിപ്പെണ്ണിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇവനെ കളിയാക്കാൻ തുടങ്ങി. നാണം കേട്ട ആള് ഇങ്ങനെ അങ്ങ് പറയാ കുരുവിപ്പെണ്ണെ. അവസാനം കുരങ്ങച്ചന് ദേഷ്യം വന്നു. കുരങ്ങച്ചൻ വന്നിട്ട് പീക്കുവാ വന്നു വാ. ദേ കുരങ്ങച്ചൻ വന്നിട്ട് പറഞ്ഞു, എന്നാ പറഞ്ഞേ, നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിക്കുരുവിയുടെ കൂട് പിച്ചി ചീന്തി അങ്ങോട്ട് കളഞ്ഞു. പിച്ചി ചീന്തി അങ്ങ് ദൂരെ കളഞ്ഞു. കുരുവി എന്നെ പെണ്ണാ വന്നു. ഉണ്ണിമോ വന്നു. കുഞ്ഞിക്കുരുവി അന്നേരം കരഞ്ഞുകൊണ്ട് പറന്ന് ദൂരേക്ക് പോയി. മഴ നനഞ്ഞ് പറന്ന് ദൂരേക്ക് പോയി. എന്താ ഈ കഥയിലെ ഗുണപാഠം? നമ്മൾ അനാവശ്യമായി ആരെയും ഉപദേശിക്കാനോ ഒന്നും പോവരുത്, അല്ലേ? ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നമ്മൾ ആരെയും ഫോഴ്സ് ചെലുത്തി ഉപദേശിച്ച് നന്നാക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പറയണം. അത്യാവശ്യമൊക്കെ നമുക്ക് പറയാം. പക്ഷേ അത് അമിതമായാൽ ഇതുപോലെ കുഞ്ഞിക്കുരുവിക്ക് പറ്റിയ പോലെ നമുക്കും പറ്റും. അതുകൊണ്ട് ഉപദേശം ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ച് വേണം ഉപദേശം കൊടുക്കാൻ. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നോടും പീക്കുവാവയോടും ഉണ്ണിമോനോടുമൊപ്പം വീണ്ടും കൊച്ചു കഥകൾ കേൾക്കാൻ നിങ്ങളും വരണം. താങ്ക് യു.